രാഹുൽ സദാശിവനും ടി ഡി രാമകൃഷ്ണനും ചേർന്ന് തിരക്കഥ എഴുതിയ, ക്രിസ്റ്റോ സേവ്യറും മ്യൂസിക് കൊടുത്ത, BGM കൊടുത്ത, ഷഹനാദ് ജലാൽ സിനിമാറ്റോഗ്രാഫി നടത്തിയ ഭ്രമയുഗത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വർമ്മ സിനി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. ഇതിനകത്തൊരു ഡയലോഗുണ്ട്. ഭ്രമയുഗം കലിയുഗത്തിൻ്റെ ഒരു അപഭ്രംശമാണ്. ഭയങ്കര ഡയലോഗാണത്. മമ്മൂട്ടി പറയുന്ന ഡയലോഗാണ്. നല്ല സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടത്. അതിൻ്റെ എപ്പിട്ടോമിൽ നിൽക്കുന്ന ഒരു ഡയലോഗ് സീനാണത്. പിന്നെ അതിനകത്ത് പല സീനുകളുണ്ട് മമ്മൂട്ടിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ കാണാനായിട്ടുള്ളത്. സിദ്ധാർത്ഥ് ഭരതൻ്റെ ചില രംഗങ്ങളുണ്ട്. അർജുൻ അശോകൻ തകർത്തിട്ടുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ അർജുൻ അശോകൻ ആ സിനിമയിലുണ്ട്. അർജുൻ അശോകൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും ഇത്. പിന്നെ ഈ സിനിമ മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു അനുഭൂതിയായിരിക്കും, അല്ലെങ്കിൽ അനുഭവമായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. കാരണം പഴയ ആൾക്കാരൊക്കെ, അതായത് നമ്മുടെ മുമ്പത്തെ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജനറേഷനിലുള്ള ആളുകളൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ടിട്ടില്ല. സിനിമയിൽ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ തിയേറ്ററിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഈ ഭ്രമയുഗം എന്ന സിനിമ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് തിയേറ്ററിൽ. അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം, അല്ലാതെ OTT റിലീസ് വന്നതിന് ശേഷം TVയിലിരുന്ന് കാണാമെന്ന് വിചാരിക്കേണ്ട. അത് തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ അതിൻ്റെ സൗണ്ട് എഫക്ട്സോടുകൂടി കാണുക. ആ ഒരു മനയും, ആ ഒരു കാടും പടലവും പണ്ടവും പിടിച്ച് കിടക്കുന്ന ഒരു മനയും, ഇടിഞ്ഞു പൊളിഞ്ഞൊരു മനയും, അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ മുഴുവൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ട് എഫക്ട്സിന് വലിയ പ്രസക്തിയുണ്ട്. അത് പോയി കാണുക, അതനുഭവിക്കുക. അതിനുശേഷം മമ്മൂട്ടിയുടെ പ്രകടനം കാണുക, അർജുൻ അശോകൻ്റെ പ്രകടനം കാണുക, സിദ്ധാർത്ഥ ഭരതൻ്റെ പ്രകടനം കാണുക, അമൽഡ ലിസോ അങ്ങനെ എന്തോ ആണ് ആ നടിയുടെ പേര്. ആ നടിയുടെ പ്രകടനം കാണുക. വളരെ കുറച്ച് രംഗങ്ങളേ ഉള്ളൂ ആ നടിയൊക്കെ, എന്നാലും ഉള്ളത് നന്നായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അർജുൻ അശോകനും മമ്മൂട്ടിയും സിദ്ധാർത്ഥ് ഭരതനുമാണ്. അവർ 3 പേരുമാണ് തകർത്ത് അഭിനയിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചില കഥയുടെ രംഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എത്രയും വേഗം തിയേറ്ററിൽ പോയി കാണുക. ടിക്കറ്റ്സ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം, കാരണം ഞാൻ 2ാമത്തെ ദിവസമാണ് കണ്ടത്. എനിക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആകെ കഷ്ടിച്ചൊരു സീറ്റ് മുകളിലുണ്ടായിരുന്നു. അത് വേഗം ബുക്ക് ചെയ്ത് പോയി കണ്ടുവന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടിക്കറ്റ് നോക്കി ബുക്ക് ചെയ്ത് വേഗം പോയി തിയേറ്ററിൽ പോയി കാണുക, അനുഭവിക്കുക, തിരിച്ചു വരിക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പോകാം. ഇത് കാണാതെ സിനിമ കണ്ടിട്ട് വന്നിട്ട് വേണമെങ്കിലും ഈ വീഡിയോ കാണാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.